തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും വികാരനിർഭരവും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യവും വഹിക്കാറുണ്ട്. സിനിമയും രാഷ്ട്രീയവും വേർപിരിക്കാനാവാത്ത വിധം ഇഴചേർന്ന് കിടക്കുന്ന ഈ മണ്ണിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന DMK AIDMK ദ്വന്ദ്വത്തിലേക്ക് ഒരു മൂന്നാം ശക്തി കടന്നു വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന അലയൊലികൾ ചെറുതൊന്നുമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമാണ് പുറത്തുപോകുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിജയയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം അതായത് TVK സർക്കാർ രൂപീകരിക്കുന്നതിനെ തടസ്സപ്പെടുത്തില്ലെന്നും 6 മാസക്കാലം ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം സ്വീകരിക്കുമെന്നുമുള്ള സ്റ്റാലിൻ്റെ പ്രസ്താവന കേവലം ഒരു ഔദാര്യമല്ല, മറിച്ച് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. ഒരു ജനവിധിക്ക് ശേഷം അധികാര കൈമാറ്റം നടത്തുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. എന്നാൽ ഇവിടെ സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. പുതിയ സർക്കാരിനെ 6 മാസത്തേക്ക് ശല്യം ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ സംസ്ഥാനത്ത് ഒരു ഭരണഘടനാ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പോ ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്ഥിരതയാർന്ന ഭരണത്തിന് അവസരമൊരുക്കുക എന്നത് മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഒരു പക്വതയുള്ള ഭരണാധികാരി എന്ന നിലയിൽ ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. AIADMKയുമായി DMK സഖ്യമുണ്ടാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ സ്റ്റാലിൻ വിരാമം വിടുകയും ചെയ്യുകയാണ്. തൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ പുതിയ സർക്കാർ അട്ടിമറിക്കുമോ എന്ന ആശങ്ക സ്റ്റാലിൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. വിശേഷിച്ചും സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതിയും കുടുംബനാഥകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന കലൈഞ്ചർ മകളിർ ഉരിമൈ തുകയും തുടരണമെന്ന് അദ്ദേഹം പ്രത്യക്ഷമായി ആവശ്യപ്പെടുന്നുണ്ട്. ദ്രാവിഡ മോഡൽ ഭരണത്തിൻ്റെ അടയാളങ്ങളായി DMK ഉയർത്തിക്കാട്ടുന്ന ഈ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയവയാണ്. വിജയ് തൻ്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത 2500 രൂപയുടെ സ്ത്രീ ധനസഹായം നടപ്പിലാക്കുന്നത് സാമ്പത്തികമായി പ്രായോഗികമാണോ എന്ന ചോദ്യവും സ്റ്റാലിൻ ഉയർത്തുന്നുണ്ട്. 2500 രൂപ നൽകാൻ സാധിച്ചില്ലെങ്കിലും തങ്ങൾ നൽകിവന്ന 1000 രൂപയെങ്കിലും മുടങ്ങാതെ നൽകണമെന്ന സ്റ്റാലിൻ്റെ നിർദ്ദേശം പുതിയ സർക്കാരിന് മേലുള്ള ഒരു ധാർമ്മിക സമ്മർദ്ദമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ പലപ്പോഴും ഭരണത്തിലെത്തുമ്പോൾ നടപ്പിലാക്കാൻ പ്രയാസകരമായിരിക്കും എന്ന പാഠമാണ് സ്റ്റാലിൻ വിജയിയെ ഓർമ്മിപ്പിക്കുന്നത്. സിലിണ്ടറിന് സബ്സിഡി നൽകുന്നത് പോലെയുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിജയിക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ സ്റ്റാലിൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സെഞ്ചാൽ മകിഴ്ചി, അതായത് ചെയ്താൽ സന്തോഷം എന്ന അദ്ദേഹത്തിൻ്റെ പരിഹാസം കലർന്ന പ്രയോഗം യഥാർത്ഥത്തിൽ പുതിയ സർക്കാരിനുള്ള ഒരു വെല്ലുവിളിയാണ്. ഭരണപരമായ പരിചയ സമ്പത്തില്ലാത്ത ഒരു പുതിയ പാർട്ടിക്ക് തമിഴ്നാട് പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തിക്കൊണ്ട് വമ്പൻ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് വലിയൊരു കടമ്പയായിരിക്കും. നീറ്റ് പരീക്ഷ നിർത്തലാക്കുന്നത് പോലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ എങ്ങനെ വിഘാതമാകുന്നു എന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് സ്റ്റാലിൻ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ 90% പാലിക്കാൻ സാധിച്ചുവെന്ന അവകാശവാദത്തിലൂടെ തൻ്റെ ഭരണ നേട്ടങ്ങളെ അദ്ദേഹം ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്റ്റാലിൻ 6 മാസത്തെ സമയം നിശ്ചയിച്ചത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാണ്. ഒരു പുതിയ സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യ 6 മാസങ്ങളിൽ ജനങ്ങൾ ഭരണമാറ്റത്തെ പ്രതീക്ഷയോടെയാണ് കാണുക. ഈ സമയത്ത് സർക്കാരിനെതിരെ നീങ്ങുന്നത് ഗുണകരമാകില്ലെന്ന് സ്റ്റാലിന് നന്നായി അറിയാം. പകരം പുതിയ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നതുവരെ കാത്തിരിക്കുക എന്നതാണ് DMKയുടെ തന്ത്രം. ഭരണരംഗത്തെ പരിചയക്കുറവ് മൂലം വിജയുടെ ടീം വരുത്തുന്ന വീഴ്ചകൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ ഈ സമയം മതിയാകും. അതേസമയം പ്രതിപക്ഷം എന്ന നിലയിൽ തങ്ങൾ ക്രിയാത്മകമായ പങ്കാണ് വഹിക്കുന്നതെന്ന് തോന്നിപ്പിക്കാനും ഈ നിലപാടിലൂടെ സ്റ്റാലിന് സാധിക്കുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികളായ DMKയും AIADMKയും വിജയിയെ തടയാൻ ഒന്നിക്കുമെന്ന വാർത്തകൾ സജീവമായിരുന്നു. എന്നാൽ സ്റ്റാലിൻ്റെ പ്രസ്താവനയിലൂടെ ഈ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. AIADMKയുടെ സഹായമില്ലാതെ തന്നെ വിജയിയെ രാഷ്ട്രീയമായി നേരിടാൻ DMKയ്ക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്നുള്ള മറ്റൊരു വലിയ താരം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് DMKയുടെ വോട്ട് ബാങ്കിൽ എത്രത്തോളം വിള്ളലുണ്ടാക്കി എന്ന കൃത്യമായ വിശകലനം നടത്താൻ ഈ 6 മാസം സ്റ്റാലിന് ഉപയോഗിക്കാം. സ്റ്റാലിൻ്റെ ഈ നിശബ്ദത വിജയിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. തനിക്കെതിരെ രാഷ്ട്രീയമായ അട്ടിമറികൾ നടക്കില്ലെന്ന ഉറപ്പ് ലഭിക്കുമ്പോൾ ഭരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. DMK വിട്ടുപോകുമ്പോൾ ബാക്കിവെച്ച ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തൻ്റെ പുതിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും അദ്ദേഹം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും. സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധവും സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള വിഷയങ്ങളും വിജയ്ക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. ഭരണാധികാരി എന്ന നിലയിലുള്ള വിജയുടെ ഓരോ ചലനവും 6 മാസക്കാലം സ്റ്റാലിനും സംഘവും സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ഉറപ്പാണ്. MK സ്റ്റാലിൻ്റെ ഈ നിലപാട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കമിടുമോ എന്ന് കണ്ടറിയണം. രാഷ്ട്രീയ വിരോധത്തെക്കാൾ ഉപരിയായി ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനക്ഷേമങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു ശൈലിയാണിത്. എന്നാൽ ഇതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ വിസ്മരിക്കാനാകുകയില്ല. പന്ത് ഇപ്പോൾ വിജയുടെ കോർട്ടിലാണ്.
സ്റ്റാലിൻ നൽകിയ ഈ 6 മാസത്തെ സാവകാശം വിജയ്ക്ക് തന്റെ ഭരണമികവ് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ്. പരാജയപ്പെട്ടാൽ അനുഭവസമ്പന്നനായ ഒരു നേതാവിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടുക വിജയ്ക്ക് പ്രയാസകരമായിരിക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ പുതിയ പരീക്ഷണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു പാഠമാകാം. അധികാരത്തിന്റെ വടംവലികൾക്കിടയിലും ജനഹിതത്തെ ബഹുമാനിക്കുന്നതും ഭരണത്തുടർച്ച ഉറപ്പാക്കുന്നതും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. വരും മാസങ്ങളിൽ തമിഴ്നാടിന്റെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ദിശ നിർണ്ണയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജാഗ്രതയോടെയുള്ള ഈ കാത്തിരിപ്പ് തമിഴകത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.